ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ RRB NTPC പരീക്ഷയിലെ മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. സാധാരണ എല്ലാ ക്ലാസ്സിലും 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു നോക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടി പോയേക്കാം. അപ്പോൾ എന്തായാലും അവസാനം വരെയും ഇരുന്ന് കാണുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലുമെന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒരല്പം ആലോചിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ ആ ചോദ്യങ്ങളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. മറ്റൊരു കാര്യം കൂടി, ഈ ക്ലാസ്സിന് ശേഷം ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ 25 ചോദ്യങ്ങളുടെയും ഇതിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട് ഒരു PDF ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡൗൺലോഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഈ PDF നോട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ സൊല്യൂഷൻ അടക്കം ഞാനത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ അനോട്ടേറ്റ് ചെയ്യുന്നത് പോലെയുള്ള വിത്ത് അനോട്ടേഷനാണ് ആ ഒരു PDF. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. എ സിലിണ്ടർ ഹാസ് എ ഹൈറ്റ് ഓഫ് 14 സെൻറ്റിമീറ്റർ ആൻഡ് ദ കർവ്ഡ് സർഫസ് ഏരിയ ഈസ് 528 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദ വോളിയം ഓഫ് ദ സിലിണ്ടർ ഇസ്. അതായത് ഒരു സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ നന്നായിട്ട് പടം വരയ്ക്കുമെന്ന് നിങ്ങൾക്കറിയാം. ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. H എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 14 റേഡിയസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇതിൻ്റെ CSA കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ 2πRH. അതെത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 528 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ഇൻറ്റു പൈക്ക് പകരം നമ്മൾ 22/7 എടുക്കും. ഇൻറ്റു R നമുക്കറിയത്തില്ല. H എത്രയാണ്? 14. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 22 ഇൻറ്റു 2 44 ഇൻറ്റു 2 88 ഇൻറ്റു R എന്ന് പറയുന്നത് 528 അപ്പോൾ R എന്ന് പറയുമ്പോൾ മക്കളെ 528 ഡിവൈഡഡ് ബൈ 88. 528നെ 88 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. എന്തോ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. സിലിണ്ടറിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? πr²H. പൈക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 22/7 ഇൻറ്റു R²ന് പകരം R എത്ര? 6 ആണ്. സോ 6 ഇൻറ്റു 6 R² എന്നുള്ളതാണ്. നിങ്ങൾക്ക് 36 എഴുതാം, അല്ലെങ്കിൽ 6 ഇൻറ്റു 6 എന്ന് എഴുതിയാലും മതി. ഇൻറ്റു H എത്രയാണ്? 14. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോകുന്നു. 22 ഇൻറ്റു 6 ഇൻറ്റു 6 36 ഇൻറ്റു 2 എന്ന് വരുന്നു. അപ്പോൾ 44. 22നെ 2 കൊണ്ട് ഗുണിച്ച് 44 ഇൻറ്റു 36 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 ഇൻറ്റു 36 1584 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് കിട്ടും. 1584.83. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. യെസ്. ശരിയാണോ? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1584.83. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. 69, 55, 26, 13. ഇതൊരു നമ്പർ സീരീസ് ചോദ്യമാണ്. നമ്മൾ ഇത് കാണുമ്പം ഇതിൻ്റെ വ്യത്യാസം എടുത്തു നോക്കും, വ്യത്യാസത്തിൻ്റെ വ്യത്യാസം എടുത്തു നോക്കും, അത് തമ്മിൽ ഗുണിച്ചു നോക്കും, കുറച്ച് നോക്കും, അല്ലെ? അങ്ങനെ പല രീതിയിൽ ഒരുപാട് പോസിബിലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ അവിടെ ഒന്നും നമുക്ക് ഉത്തരം കിട്ടത്തില്ല. കാരണം നമ്പർ സീരീസിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് 2 തരത്തിലുള്ള മനുഷ്യരാണ്. ഒന്ന് നോർമലായിട്ടുള്ള മനുഷ്യർ, 2 സൈക്കോസ്. അതിൽ ഏതോ ഒരു സൈക്കോ ഉണ്ടാക്കിയ ചോദ്യമാണിത്. അതായത് എന്താണ് ഈ ചോദ്യത്തിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ, 69 എന്ന് പറയുന്ന നമ്പറിലെ അക്കങ്ങൾ 6ഉം 9ഉം അതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 9 ഇൻറ്റു 6 54. അതിൻ്റെ കൂടെ 1 കൂട്ടി 55. വീണ്ടും 5 ഇൻറ്റു 5 എത്രയാണ്? 25. അതിൻ്റെ കൂടെ 1 കൂട്ടി 26. വീണ്ടും 6 ഇൻറ്റു 2 12. അതിൻ്റെ കൂടെ 1 കൂട്ടി 13. വീണ്ടും 1 ഇൻറ്റു 3 3. അതിൻ്റെ കൂടെ 1 കൂട്ടി 4 അപ്പോൾ ഉത്തരം വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ചില സൈക്കോസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഇരുന്ന് ആലോചിച്ചാലും ചിലപ്പോൾ ഇത് കിട്ടണമെന്നില്ല. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും.
അപ്പോൾ ഒരു നിശ്ചിത സമയം നിങ്ങൾ അതിന് കൊടുക്കുക. അതിനകത്ത് അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. കാരണം ഈ ഒരു ചോദ്യം നിങ്ങൾ ചെയ്താൽ എത്ര സമയം നിങ്ങൾ ഇരുന്ന് ചെയ്താലും നിങ്ങൾക്ക് 1 മാർക്കേ കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കൂടുതൽ സമയം ഇരുന്ന് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഒരിക്കലും 5 മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സമയത്തിനപ്പുറം ഇത് ചോദ്യത്തിന് വേണ്ടി കൊടുക്കാനില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഉടക്കി കിടക്കരുത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സമയം കളയുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഇതിലൊന്നും സ്ട്രക്കായി കിടക്കാതിരിക്കുക കേട്ടോ. അപ്പം അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഇൻ ഓർഡർ ടു ക്വാളിഫൈ ആൻ എക്സാമിനേഷൻ വൺ ഹാസ് ടു സെക്യൂർ 50% ഓഫ് ഓവറോൾ മാർക്സ്. ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് 50% മാർക്ക് വേണം. ഇൻ ദി എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 2 പേപ്പേഴ്സ്. 2 പേപ്പറുകൾ ഇതിനകത്തിലുണ്ട്. എ സ്റ്റുഡൻറ് സെക്യൂർഡ് 40% മാർക്ക് ഇൻ ഫസ്റ്റ് പേപ്പർ. ആദ്യത്തെ പേപ്പറിന് ഒരു കുട്ടിക്ക് 40% മാർക്ക് കിട്ടി. എത്രയിലാണ്? 200 മാർക്കിലാണ്. മിനിമം വാട്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഷുഡ് ബി സെക്യൂർഡ് ഇൻ സെക്കൻഡ് പേപ്പർ ഓഫ് 150 മാർക്സ് ടു ഒബ്റ്റെയിൻ ദ ക്വാളിഫയിങ് മാർക്സ്. അതായത് ഈ ക്വാളിഫയിങ് മാർക്ക് കിട്ടാനായിട്ട് സെക്കൻഡ് പേപ്പറിൽ ഇവൻ എത്ര ശതമാനം മാർക്ക് സ്കോർ ചെയ്യണം? ഓക്കെ, അപ്പം 2 പേപ്പറുകളാണ്. ആദ്യത്തെ പേപ്പർ, രണ്ടാമത്തെ പേപ്പർ. ആദ്യത്തെ പേപ്പറിൻ്റെ മാക്സിമം മാർക്ക് 200 അപ്പോൾ മൊത്തത്തിൽ ഇവന് വേണ്ടത് 50% മാർക്കാണ് വേണ്ടത്. പാസ്സാവാൻ വേണ്ട മാർക്ക് 50. അപ്പോൾ ഈ 200-ൽ ആദ്യത്തേന് എത്ര മാർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്? 40% മാർക്ക് കിട്ടി. അപ്പോൾ 200-ൻ്റെ 40%, 200-ൻ്റെ 40, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 200-ൻ്റെ 40% എന്ന് പറയുമ്പോൾ 100-ൻ്റെ 40% 40 ആണെങ്കിൽ 200-ൻ്റെ 40% 80 മാർക്ക് അവൻ അവിടെ കിട്ടി. മൊത്തത്തിൽ ഇവന് വേണ്ടത്, ഇനി രണ്ടാമത്തെ പേപ്പറിൻ്റെ മാർക്ക് ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? മിനിമം വാട്ട് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഷുഡ് ബി സെക്യൂർഡ് ഇൻ ദ സെക്കൻഡ് പേപ്പർ ഓഫ് 150 മാർക്സ്. അപ്പോൾ അതിൻ്റെ മാക്സിമം മാർക്ക് 150 ആണ്. അപ്പം ആകെ എത്ര മാർക്കിനുള്ള പരീക്ഷയാണ്? 200 മാർക്കിൻ്റെ ആദ്യത്തെ പേപ്പറും 2 പേപ്പറുണ്ട്. ഒരു പേപ്പറിൻ്റെ മാക്സിമം മാർക്ക് 200 മാർക്കും അടുത്ത പേപ്പറിൻ്റെത് 150 മാർക്ക്. അപ്പം മൊത്തം 350 മാർക്കാണ്. അപ്പം മൊത്തം 350-ൻ്റെ 50% ഇവന് സ്കോർ ചെയ്യേണ്ടത്. 50% എന്ന് പറഞ്ഞാൽ പകുതി. 350-ൻ്റെ പകുതി എത്ര മക്കളെ? 175. ഇവിടെ ഇപ്പോൾ ഓൾറെഡി 80 കിട്ടി. ഇനി 175 ആവാനായിട്ട് അവൻ എത്ര മാർക്ക് കൂടെ വേണം? 95 മാർക്ക് കൂടെ വേണം. ആ 95 മാർക്ക് ഏത് പരീക്ഷയിൽ നിന്നാണ് കിട്ടണ്ടേ? 150. അപ്പോൾ 150-ൽ 95 മാർക്ക് ഇവൻ എടുക്കണം. അത് എത്ര ശതമാനമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 105-ൽ 95 മാർക്ക് എന്ന് പറയുന്നത് എത്ര ശതമാനം? 105-ലല്ല, 150-ൽ 95 എന്ന് പറയുന്നത് എത്ര ശതമാനം? അപ്പോൾ 150-ൽ 95 എന്ന് പറയുന്നത് എത്ര ശതമാനം? 2, 3. 95 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 190 ഡിവൈഡഡ് ബൈ 3. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 63.33 എന്ന് കിട്ടും. സോ അതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആൻസർ ഏതാ ഉള്ളത്? 64. സോ ആൻസർ എത്രയാണ്? 64%. 64%. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും ഓപ്ഷൻ എ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. 4 number pairs have been given, out of which 3 are alike in some manner and 1 is different. Select the odd one. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 4 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം ഒരേ സ്വഭാവമുള്ളതാണ്. നാലാമത്തേത് ഇത്. ഇപ്പോൾ ആദ്യത്തേത് നോക്കുമ്പോൾ 12, 96 അല്ലേ? ഇവിടെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് അല്ലാതെ ഈ ഓപ്ഷനിൽ തന്നെ നോക്കിക്കൊണ്ട് ആൻസർ എഴുതാം. 12 ഇൻറ്റു 8 അല്ലേ 96 വരിക? 13 ഇൻറ്റു 8 അല്ലേ 104 വരിക? 15 ഇൻറ്റു 8 അല്ലേ 120 വരിക? 16 ഇൻറ്റു 8 എത്ര? 16-നെ 8 കൊണ്ട് ഗുണിച്ചാൽ 128 വരിക, 118 അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. സോ ഓപ്ഷൻ ഡി അല്ല. ഓപ്ഷൻ ഡി ആ കൂട്ടത്തിൽ പെടത്തില്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ബാക്കിയെല്ലാം 8 കൊണ്ട് ഗുണിച്ചേക്കാണ്. ഫസ്റ്റ് നമ്പറിനെ 8 കൊണ്ട് ഗുണിച്ച് സെക്കൻഡ് നമ്പർ കിട്ടുന്നു. ഫോർത്ത് ഓപ്ഷനിൽ ഫസ്റ്റ് നമ്പറിനെ 8 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 128. അതുകൊണ്ട് അത് നമ്മുടെ ആൻസർ അല്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 5-ാമത്തെ ചോദ്യം. സെലക്ട് ദി നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു നമ്പർ സീരീസ് ചോദ്യമാണ്, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. 5, 10, 17, 26 ക്വസ്റ്റ്യൻ മാർക്ക്. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ വ്യത്യാസം 7, ഇവിടുത്തെ വ്യത്യാസം 5, ഇവിടുത്തെ വ്യത്യാസം 7, ഇവിടുത്തെ വ്യത്യാസം 9. അപ്പോൾ അടുത്ത വ്യത്യാസം എത്ര ആയിരിക്കും? 2 വീതം കൂടിയല്ലേ എല്ലായിടവും വരുന്നത്. അപ്പോൾ 9-ഉം 2-ഉം 11. അപ്പോൾ 26-ൻ്റെ കൂടെ 11 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 37. അതായത് വളരെ സിമ്പിൾ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു സൈക്കോ ഇട്ട ചോദ്യമല്ല, നല്ലൊരു
വ്യക്തി ഇട്ട ചോദ്യമാണ്. എത്രയാണ്? അപ്പോൾ 26, 11, 37. കാരണം എല്ലാം 2 വീതം കൂടി പോയി. ആദ്യം 5, പിന്നെ 5 × 7, 7 × 2 9, 9 × 2 11. സോ ആൻസർ എത്ര കിട്ടും? 37. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. യെസ്. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 60. 2 നമ്പറുകൾ എയും ബിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 60. ഇനി എന്താണ്? ദ സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 60. സോ എയും ബി, ഞാൻ എയും ബി എന്നുള്ളത് 2 നമ്പറായിട്ട് അങ്ങ് അസ്യൂം ചെയ്തിരിക്കുകയാണ്. സോ എ പ്ലസ് ബി എത്ര കിട്ടും? 60 കിട്ടും. ആൻഡ് ദെയർ HCF ആൻഡ് LCM. HCF എന്ന് പറയുന്നത് 12ഉം LCM എന്ന് പറയുന്നത് 72മാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ? LCM HCF ക്ലാസ്സിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 സംഖ്യകളുടെ LCMനെ LCM ഓഫ് 2 നമ്പേഴ്സ് സേ എ ആൻഡ് ബി ഇൻറ്റു HCF ഓഫ് 2 നമ്പേഴ്സ്, അതും എയും ബിയും. ഇപ്പോൾ 2 നമ്പേഴ്സിൻ്റെ LCMനെയും 2 നമ്പറിൻ്റെ HCFനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക ആ 2 നമ്പർ തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. സോ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ എയും ബിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ AB എന്ന് പറഞ്ഞാൽ 12 × 72 ആയിരിക്കും. അപ്പോൾ നമുക്ക് A + B 60 എന്നും AB എന്ന് പറയുന്നത് 12 × 72 എന്നും കിട്ടി ആണേ. ഇനി ചോദ്യം എന്തുവാ? സം ഓഫ് റെസിപ്രോക്കൽ ഓഫ് ദ 2 നമ്പേഴ്സ്. സം ഓഫ് റെസിപ്രോക്കൽ, സോ 1/A + 1/B ഇസ് ഈക്വൽ ടു വാട്ട്? അതാ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ എങ്ങനെയാണ് കൂട്ടുക? AB, കാരണം LCM ക്രോസ് മൾട്ടിപ്ലൈ, AB പിന്നെ B × A, B + A. സോ B + A എന്ന് പറഞ്ഞാൽ A + B എന്ന് പറഞ്ഞാൽ ഒന്നാണ്. സോ A + B/AB എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ നമുക്ക് A + B അറിയാം 60, AB അറിയാം 12 × 72. ഓക്കെ, സോ A + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? A + B എന്ന് പറഞ്ഞാൽ എത്രയാ? 60 ഡിവൈഡഡ് ബൈ AB എന്ന് പറഞ്ഞാൽ എത്ര? 12 × 72 അല്ലേ? അതെ. അപ്പോൾ നമുക്കിതിനെ വെട്ടിക്കളയാമല്ലോ. എങ്ങനെ വെട്ടിക്കളയാം? ഇതാ 12 5 പ്രാവശ്യമല്ലേ 60. സോ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഡിവൈഡഡ് ബൈ 72, 5/72, 5/72. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശരിയാണോ? യെസ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ എ റെക്റ്റാങ്കിൾ ദ ലെങ്ത് ഈസ് ട്വൈസ് ദ ബ്രെഡ്ത്ത്. അപ്പം ലെങ്തും ബ്രെഡ്ത്തും ഉണ്ട്. ലെങ്ത് ഈസ് ട്വൈസ് ദ ബ്രെഡ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത് ഈസ് ട്വൈസ് ദ ബ്രെഡ്ത്ത്. സോ ബ്രെഡ്ത്തിൻ്റെ x ആയിട്ട് എടുത്താൽ ലെങ്തിനെ നമുക്ക് 2x ആയിട്ട് എടുക്കാം. ശരിയല്ലേ? ഓക്കെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് ദ ഫീൽഡ്. പെരിമീറ്റർ മക്കളെ, പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റളവ് വിസ്തീർണമാണ് ഏരിയ. ഓക്കെ, പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2 × L + B. അതെത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 48. 2 × L + B എത്ര? 48. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, L + B എത്ര ആയിരിക്കും? 48 ഡിവൈഡഡ് ബൈ 2 24. L എന്ന് പറഞ്ഞാൽ 2x-ഉം ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ x-ഉം ആയിരിക്കത്തില്ലേ? അപ്പോൾ L + B എന്ന് പറയുമ്പോൾ 2x-ഉം x കൂടെ കൂട്ടണ്ടേ? വേണം. 2x + x is equal to 24. സോ 3x is equal to 24. അപ്പോൾ x is equal to 24/3 8 എന്ന് കിട്ടും. 8 എന്ന് കിട്ടി. എന്തോ കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് 2x, ബ്രെഡ്ത്ത് x, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2x². 2xനെ x കൊണ്ട് ഗുണിച്ചാൽ 2x². x 8 ആണല്ലോ. അതെ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 × x-ൻ്റെ സ്ക്വയർ, 8-ൻ്റെ സ്ക്വയർ. സോ 2 × 8-ൻ്റെ സ്ക്വയർ 64. 64നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 128 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ എത്ര കിട്ടി? 128 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരിയാണോ? തീർച്ചയായും 128 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 8. The value of 6/5 of 1/3 plus 2/4 minus 5/6 of 3/10 plus
12/20 മൈനസ് 1/6. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ 5/6 എടുക്കാം. 5/6 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു, ഇനി ബ്രാക്കറ്റിനകത്തുള്ള കാൽക്കുലേഷൻ നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 4 × 1 4, 3 × 2 6, 6ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും മക്കളെ? 2 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? സോറി, കുറയ്ക്കുമല്ലോ, കൂട്ടുമല്ലേ ചെയ്യുന്നത്, സോറി, നമ്മൾ ചെയ്യാം. സോ 4 × 3 12, 4 × 1 4, 3 × 2 6, 6 4 10. സോ 10/12 മൈനസ് വീണ്ടും 5/6 ഇൻറ്റു, ഇവിടെ നോക്കിക്കേ 10ഉം 20ഉം അല്ലേ വന്നേക്കുന്നത്, 10ഉം 20ഉം വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് 200 എന്നൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇച്ചിരി വലിയ നമ്പറൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് എളുപ്പം LCM എടുത്ത് ചെയ്യുന്നതാണ്. LCM എടുത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ LCM എടുത്ത് ചെയ്യുന്ന അറിയത്തില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കോ. 3/10 പ്ലസ് 12/20. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ LCM എടുക്കുക. അതായത് രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ഏറ്റവും ചെറുത് ഏതാണ്? 20. 20 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ 20നെ 10 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും മക്കളെ? 2. ഈ നമ്മുടെ LCM എടുത്ത 20നെ 20 കിട്ടിയല്ലോ, ആ 20നെ കൊണ്ട് ഈ 10 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 2. ആ കിട്ടിയ ഉത്തരത്തെ ഈ മുകളിലുള്ള 3 കൊണ്ട് ഗുണിക്കുക. 2 × 3 6 പ്ലസ് വീണ്ടും ഇവിടെയും അതുപോലെ തന്നെ 20നെ 20 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 1. 1 കൊണ്ട് ഈ 12നെ ഗുണിക്കുക. എത്ര കിട്ടും? 12. അപ്പോൾ 12 6 18/20 എന്ന് കിട്ടും. 18/20 എന്ന് കിട്ടും. അപ്പോൾ അവിടെ ഇതെനിക്കെടുത്ത് ഇങ്ങോട്ട് എഴുതാം. 18/20 മൈനസ് 1/6. ഇനി നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇത് വെട്ടിക്കളയാമല്ലോ. 5 ഇവിടെ 6/5 ആയിരുന്നു, ഞാനത് എടുത്ത് എഴുതിയപ്പോൾ 5/6 ആയിപ്പോയി. ഓക്കെ 6/5. ഓക്കെ, അപ്പോൾ 6ൻ്റെ ഇരട്ടി 2 12, ഇവിടെ 2. സോ ഇത് മൊത്തത്തിൽ നമുക്ക് എത്ര കിട്ടും? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 മൈനസ്, അതുപോലെ ഇവിടെ നമുക്ക് 5 4 പ്രാവശ്യം ആകുമ്പോൾ 20, 6 3 പ്രാവശ്യം ആകുമ്പോൾ 18. സോ 3/4 മൈനസ് 1/6. ഇനി നോക്കിക്കുക, ഈ ഒരു കാൽക്കുലേഷൻ കണ്ടോ നിങ്ങൾ? 1ൽ നിന്ന് 3/4 കുറച്ചാൽ എത്ര കിട്ടും? 1/4. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 4/4 മൈനസ് 3/4 മൈനസ് 1/6. 4/4ൽ നിന്ന് 3/4 പോയാൽ എത്രയാണ്? എത്ര കിട്ടും? 1/4. അത് തന്നെ ഞാൻ പറഞ്ഞത്, 1ൽ നിന്ന് 3/4 പോയി കഴിഞ്ഞാൽ 1/4 മൈനസ് 1/6. അപ്പോൾ 6 × 4 24, പിന്നെ 6 × 1 6, 4 × 1 4. അപ്പോൾ എത്ര കിട്ടും? 2/24 എന്ന് കിട്ടും. 6ൽ നിന്ന് 4 കുറച്ചാൽ 2/24. 2/24നെ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ പറയാം? 2/24നെ ഒന്നുകൂടെ ചെറുതാക്കി 1/12. കാരണം 2ൻ്റെ പകുതി 1, 24ൻ്റെ പകുതി 12. 1/12 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? തീർച്ചയായും യെസ്. സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താ പറയുന്നത്? √54 ഇൻറ്റു √125 ഡിവൈഡഡ് ബൈ √24 ഇൻറ്റു √45. ഈ √54 എന്ന് പറഞ്ഞാൽ എന്താ? 54ൻ്റെ സ്ക്വയർ റൂട്ട് എന്നാണ്. 54ൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 54നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കും. ആദ്യം നമ്മൾ 2 കൊണ്ട് ഹരിക്കും. എത്ര കിട്ടും? 27. 27നെ പിന്നെ 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടും? നമുക്ക് 9. വീണ്ടും 3 കൊണ്ട് ഹരിക്കുന്നു. എത്ര കിട്ടുന്നു? 3. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ 3 കൊണ്ട് ഹരിച്ച് 1. ഇവിടെ ഒരു കാര്യം കണ്ടോണം നിങ്ങൾ, 2 3ന് പകരം ഒരു 3 നമ്മൾ എടുക്കും. പിന്നെ ബാക്കി ഇവർക്ക് ഇതുപോലെ പെയർ ആക്കാൻ പറ്റത്തില്ല. സോ അവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ ഗുണിച്ച് 3 × 2 6. സോ 3√6 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 54നെ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 3√6 ഇൻറ്റു 125നെ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5√5 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2√6 ഇൻറ്റു ഇതിനെ 45നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 3√5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണം. ഇതിൻ്റെ അർത്ഥം 3 × √6 എന്നും, ഇതിൻ്റെ അർത്ഥം 5 × √5 എന്നും, ഇതിൻ്റെ അർത്ഥം 2 × √6 എന്നും, ഇതിൻ്റെ അർത്ഥം 3 × √5 എന്നുമാണ്. ഈ റൂട്ടിൽ കിടക്കുന്നത് ഒരു വേരിയബിൾ, ഒരു എക്സ് വൈ അതുപോലെ നിങ്ങൾ കാണുക. എന്നിട്ട് നമുക്ക് അതിനെ വെട്ടിക്കളയാൻ പറ്റും. കാരണം ഇവിടെ ഈ √5നെ നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ ഈ √6നെയും ഈ √6നെയും നമുക്ക് വെട്ടിക്കളയാം. അതുപോലെ തന്നെ ഇവിടെ ഈ 3യെയും ഈ 3യെയും നമുക്ക് വെട്ടിക്കളയാം. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഈ 5ഉം ഈ 2ഉം മാത്രമായിരിക്കും. സോ 5/2. 5നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5ൻ്റെ പകുതി എത്ര? 2.5. സോ ആൻസർ എത്ര? 2.5. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി ശരിയാണോ?
തീർച്ചയായും. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ റേഷ്യോ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഇസ് 3:7. രണ്ട് പോസിറ്റീവ് നമ്പറിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:7 ആണ്. ആൻഡ് ദർ LCM ഈസ് 231. അവരുടെ LCM എത്രയാണ്? 230 ആണ്. അപ്പം നമ്പർ നമ്മൾ 3x എന്നും 7x എന്നും എടുത്താൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. 3xൻ്റെയും 7xൻ്റെയും ഏറ്റവും അടുത്ത് കിടക്കുന്ന മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? രണ്ട് പേർക്കും കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് 21x ആയിരിക്കും. സോ ഇതാണ് ഇവരുടെ LCM. ആ LCM നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 231. അപ്പോൾ 21x എന്ന് പറയുന്നത് 231 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 231നെ 21 കൊണ്ട് ഹരിക്കുക, എത്ര കിട്ടും? 11. എത്ര കിട്ടും? 11. ഇനി എന്താ? എക്സ് ആണോ നമുക്ക് വേണ്ടേ? ചോദ്യം എന്താ? സ്മോളർ നമ്പർ ഏതാ? 3x അല്ലേ? അപ്പോൾ എക്സ് നമുക്ക് എത്ര കിട്ടി? 11 എന്ന് കിട്ടി. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 3 × 11 എത്ര കിട്ടും നമുക്ക്? 33 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 33 ശരിയാണോ? തീർച്ചയായും. യെസ്. അടുത്ത ചോദ്യം നോക്കാം. ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4 × 38 × 764 × 1256. ഇതെല്ലാം കൂടെ ഗുണിച്ചിട്ട് അവസാനത്തെ അക്കം നോക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഈ 4നെ ഈ 8 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 8 × 4 32. ലാസ്റ്റ് ഡിജിറ്റ് എത്ര? 2. ആ 2നെ ഈ 4 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടും? 8. ആ 8നെ ഈ 6 കൊണ്ട് ഗുണിക്കുക. 8 × 6 48. സോ അതിൻ്റെ അവസാനം എത്ര തന്നെ വന്നത്? 6 തന്നെ വന്നത്. സോ നമ്മുടെ 8 തന്നെ വന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 8. അതായത് ലാസ്റ്റ് ഡിജിറ്റ് അതുപോലെ 4 × 8 32. 2ൽ അവസാനിക്കുന്നു. 2 × 4 8ൽ അവസാനിക്കുന്നു. 8 × 6 48. 8ൽ അവസാനിക്കുന്നു. സോ ലാസ്റ്റ് ഡിജിറ്റ് ഏതായിരിക്കും? 8ലായിരിക്കും അവസാനിക്കുക. സോ 8 ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാണും, പക്ഷേ ലാസ്റ്റ് ഡിജിറ്റ് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. സോ ആൻസർ എത്ര? ഓപ്ഷൻ ഡി. അടുത്തത് 12ാമത്തെ ചോദ്യം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ആൻ എമൗണ്ട് ഓഫ് 13,400 ഫോർ 4 years is rupees 2,680. The rate of interest is. അതായത് 13,400 രൂപയ്ക്ക് 4 വർഷം കിട്ടിയ സാധാരണ പലിശയാണ് 2,680. അപ്പം നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 13,400 ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 13,400 ആണ്. ഓക്കെ. 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ പ്രിൻസിപ്പൽ എമൗണ്ടിന് കിട്ടിയ 4 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര മക്കളെ? 2,680. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്ര ആയിരിക്കും? 2,680 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 670 എന്ന് കിട്ടും. അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടായ 13,400ന് ഒരു വർഷം കിട്ടുന്നതാണ് 670 എന്ന് പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ 13,400 എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റിനെ നമ്മൾ I ആയിട്ട് വിളിക്കുക. സോ റേറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു I/P × 100 എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു വർഷം 670 കിട്ടുന്നു 13,400ന്. അപ്പോൾ അതൊരു ശതമാനമാക്കിയാൽ മതി. ഈ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100ന് ഒരു വർഷം ഇത്ര കിട്ടുന്നല്ലേ. ഇത് 100ന് ഒരു വർഷം ഇത്ര കിട്ടുന്നു. 13,000ന് ഒരു വർഷം 670 ആണെങ്കിൽ 100ന് എത്ര എന്ന് ചിന്തിച്ചാൽ റേറ്റ് പെർസെൻറ്റേജ് ആയി. എന്താ ഞാൻ പറഞ്ഞേ? 13,400ന് ഒരു വർഷം 670 ആണെങ്കിൽ 100ന് ഒരു വർഷം എത്ര എന്ന് ചിന്തിച്ചാൽ റേറ്റ് പെർസെൻറ്റേജ് ആയി. അപ്പോൾ നമുക്കിവിടെ റേറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോവുക. 670 ആണ് I, അല്ലെങ്കിൽ 13,400ന് ഒരു വർഷം കിട്ടിയത്, അതാണ് I, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് ഇൻറ്റു പ്രിൻസിപ്പൽ എമൗണ്ട് 13,400 ഇൻറ്റു 100. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ, 67ൻ്റെ ഇരട്ടിയല്ലേ എത്ര? 134 എന്ന് പറയുന്നത് അല്ലേ. അപ്പം എത്ര കിട്ടും? 670 എന്ന് പറയുമ്പോൾ അത് എത്ര ആവും? 5 മടങ്ങാവും. 5 മടങ്ങല്ല, 5. കാരണം ഒരു സംഖ്യയെ നമ്മൾ 5 കൊണ്ട് ഗുണിക്കുന്നത്, അല്ലെങ്കിൽ 5 കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെ? 10 കൊണ്ട് ഗുണിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുകയല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 670നെ 134 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? 5% ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 5 ആയിരിക്കും കിട്ടുക. സോ 5%. ആൻസർ എത്രയാണ്? 5%, അല്ലെങ്കിൽ 5%.
ശരിയാണോ? തീർച്ചയായും. അടുത്ത ചോദ്യം. A class of 50 girls and 70 boys sponsored a musical program. If 40% of the girls and 50% of the boys attended, answer approximately what percentage of the class attended the program. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഗേൾസ് ആൻഡ് ബോയ്സ്, ഗേൾസ് എത്ര ഉള്ളേ? 50. ബോയ്സ് എത്ര ഉള്ളേ? ബോയ്സ് എത്ര ഉള്ളേ? 70. ഇതിൽ ഗേൾസിൽ 40% പേരും ബോയ്സിൽ 50% പേരും ഒരു പരിപാടിക്ക് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആകെ എത്ര പേരുണ്ട്? ടോട്ടൽ എത്ര ഉള്ളത്? ടോട്ടൽ 50, 70, 120 പേരുണ്ട്. 120 പേരുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത്രയും പെർസെൻറ്റേജ് ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇത്രയും പേരാണ്. എത്രയോ? ഈ 40%, ഈ 50%. അപ്പോൾ ഇതിൽ ഇവരുടെ എണ്ണം നമുക്ക് കിട്ടത്തില്ലേ? 50ൻ്റെ 40%. മക്കളെ, നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്തോണം, പെർസെൻറ്റേജിന് 2 പൂജ്യവും കണ്ടാൽ വെട്ടിക്കളയണം. പെർസെൻറ്റേജിന് 2 പൂജ്യവും കണ്ടാൽ വെട്ടിക്കളയണം. എന്നിട്ട് നേരെ ഗുണിക്കുക. 5 × 4 7 × 5, 5 × 4 20, 7 × 5 35. ഈ പെർസെൻറ്റേജിന് 2 പൂജ്യവും വെട്ടിക്കളയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിലൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 30, 25 അല്ല 20, 35 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 55 എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ടോട്ടലിൻ്റെ എത്ര ശതമാനം? അതായത് 120ൽ 55 പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അത് എത്ര ശതമാനം അല്ലേ? നമ്മൾ 0 ഒക്കെ കട്ട് ചെയ്ത് കളയുന്നു. സോ 550/12 എന്ന് പറയുമ്പോൾ നമ്മൾ ഹരിച്ചൊക്കെ എടുക്കുമ്പോൾ നമുക്ക് 45.83 എന്ന് കിട്ടും. 45.83 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര എന്ന് എഴുതാം? നമുക്ക് 46% എന്ന് എഴുതാം, അപ്രോക്സിമേറ്റ് ചെയ്തു. സോ ആൻസർ എത്രയാണ്? 46%. ഓപ്ഷൻ സി. യെസ്, 46% ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. a³ - b³ 125, a² - b² 25, a + b 5. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് a² + ab + b². അപ്പോൾ നോക്കിക്കേ എൻ്റെ മക്കളെ, a³ - b³ എന്ന് പറഞ്ഞാൽ 125 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. a² - b² എന്ന് പറഞ്ഞാൽ 25 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, a + b എന്ന് പറഞ്ഞാൽ 5 ആണെന്ന്. ഓക്കെ, ഇനി ഈ a² ഇങ്ങോട്ട് നോക്കിക്കേ. ഈ a² - b² എന്ന് പറഞ്ഞാൽ എന്താ? a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b. a + b × a - b ഈസ് ഈക്വൽ ടു 25. അതിൽ a + b 5 ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പം 5 × a - b ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 25 a - b ഈസ് ഈക്വൽ ടു, കാരണം a + b × a - b 25 ആണ്. a + bക്ക് വരെ നമ്മൾ 5 ഇട്ടു. 5 × a - b എന്ന് പറയുമ്പോൾ 25. അപ്പോൾ a - b എന്ന് പറയുമ്പോൾ 25/5 എത്ര കിട്ടും? 5. അപ്പോൾ a - b നമുക്ക് എത്ര കിട്ടി? 5. a - b ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. ആണേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. ഈ a³ - b³ എന്ന് പറഞ്ഞാൽ എന്താ? a³ - b³ എന്ന് പറഞ്ഞാൽ എന്താണ്? a - b × a² + ab + b² ആണെന്നാണ്. പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതെത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? a - b ദ ഹോൾ ക്യൂബ് എത്ര എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോറി, a - b അല്ല, a³ - b³ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര? 125. ഓക്കെ, അതായത് ഇങ്ങനെ എഴുതാമല്ലോ. a - b × a² + ab + b² എന്ന് പറയുന്നത് 125 ആണ്. a - b എത്രയാണെന്ന് നമുക്കിവിടെ കിട്ടി? 5. സോ 5 × a² + ab + b² ഈസ് ഈക്വൽ ടു
125. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതായത് ഈ സാധനമല്ലേ, ഇതാ വേറെ കളർ എടുക്കാം, ഈ സാധനമല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇവനെ അപ്പുറത്തോട്ട് മാറ്റിയാൽ മതി, ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ ഹരിക്കും. സോ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 5 അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കും, 125 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും നമുക്ക്? 25 എന്ന് ആൻസർ കിട്ടും. 25, ഓപ്ഷൻ സി 25 എന്ന് ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 25. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഇൻ ദ ഡയഗ്രം ഗിവൺ ബിലോ. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. ഒന്ന്, നമ്മളിതെല്ലാം കുത്തിയിരുന്ന് എണ്ണും. നോക്കാം, അത് ഞാൻ ഇതിനെല്ലാം ഒരു നമ്പർ ഇടട്ടെ. ആദ്യം പറയുന്നത് ഇച്ചിരി നമ്മൾ എണ്ണുന്ന രീതിയാണ്. എണ്ണൽ എളുപ്പമാക്കാൻ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരാം. 1, 2, 3, 4 അകത്തുള്ള കുഞ്ഞൻ ട്രയാങ്കിളിനെ എല്ലാം എണ്ണുക. 4, 5, 6, 7, 8. പിന്നെ ഇവിടെ 9, 10, 11, 12. പിന്നെ ഇവിടെ ഇതിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട് 13. അപ്പോൾ ഇൻസൈഡ് ട്രയാങ്കിൾസ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര എണ്ണം കിട്ടി നമുക്ക്? 13. ഇൻസൈഡ് 13. ഇനി ഇവിടെ 2 ട്രയാങ്കിളുകൾ ചേർന്ന് ഒരു ട്രയാങ്കിൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ 1ഉം 2ഉം കൂടെ ചേർന്ന് അങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. 2 എണ്ണം ചേർന്നുണ്ടാകുന്ന എത്ര ട്രയാങ്കിളുകളുണ്ട്? അങ്ങനെ നോക്കുമ്പോൾ 1ഉം 2ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. പിന്നെയോ 2ഉം 3ഉം ചേർന്ന ഒരെണ്ണമുണ്ട്. 3ഉം 4ഉം ചേർന്ന ഒരെണ്ണമുണ്ട്. അതത്രയായി. അപ്പോൾ ഇതിലെ ഇത്രയും, അങ്ങനെ 2 എണ്ണം ഉള്ളത്. വീണ്ടും 5ഉം 6ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. 6ഉം 7ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. 7ഉം 8ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. 8ഉം 9ഉം ചേർന്ന ട്രയാങ്കിൾ ഇല്ല കേട്ടോ, അതിങ്ങനെ വരുമ്പോൾ ട്രയാങ്കിൾ അല്ല. പിന്നെ വരുന്നത് 9ഉം 10ഉം ചേർന്നുള്ള ട്രയാങ്കിളുണ്ട്. പിന്നെ 10ഉം 11ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. പിന്നെ 11ഉം 12ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട് അല്ലേ? അപ്പോൾ അത്രയും ട്രയാങ്കിൾ അവിടെ കിട്ടി. ഇനി 3 എണ്ണം ചേർന്ന് വരുന്ന ട്രയാങ്കിളുകളുണ്ട്. 3 എണ്ണം ചേർന്ന് വരുന്നത് അതേതൊക്കെയാ നോക്കിക്കേ. 1ഉം 2ഉം 3ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. അതേപോലെ 2ഉം 3ഉം 4ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട് അല്ലേ? അതേപോലെ 5ഉം 6ഉം 7ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. പിന്നെ 6ഉം 7ഉം 8ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട് അല്ലേ? തീർന്നോ? ഇല്ല, ഇനിയുണ്ട്. ഏതാണ്? 9ഉം 10ഉം 11ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. അതേപോലെ 10ഉം 11ഉം 12ഉം ചേർന്നൊരു ട്രയാങ്കിളുണ്ട്. അത്രയും ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ 2 എണ്ണം ചേർന്നുള്ള ട്രയാങ്കിൾ. സോറി, ഇത് ഇവിടെ 2 എന്നല്ലായിരുന്നു എഴുതേണ്ടത്, ഇവിടെ 3 എന്നായിരുന്നു എഴുതേണ്ടത്. 3 എണ്ണം ചേർന്നുള്ള ട്രയാങ്കിൾ, 3 എണ്ണം ചേർന്ന് വരുന്ന ട്രയാങ്കിൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് 4 എണ്ണം ചേർന്ന് വരുന്ന ട്രയാങ്കിളുകളുണ്ട്. 4 എണ്ണം. അതേതൊക്കെയാ? FOUR 4 എണ്ണം ചേർന്ന് വരുന്നത് ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലേ? 1, 2, 3, 4. പിന്നെയോ 5, 6, 7, 8. പിന്നെയോ 9, 10, 11, 12. ഓക്കെ, അപ്പം 4 എണ്ണം ചേർന്ന് വരുന്ന ട്രയാങ്കിൾ. ഇനി ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു ട്രയാങ്കിളുണ്ട്. അതായത് അതേതാണ്? 1 മുതൽ 13 വരെയുള്ള ട്രയാങ്കിളുകളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഈ വലിയ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ എല്ലാ ത്രികോണങ്ങളും എണ്ണി. ഒരെണ്ണം കുഞ്ഞൻ ട്രയാങ്കിൾ എണ്ണി 13 എണ്ണം. അല്ലാത്തുള്ള ട്രയാങ്കിളുകൾ, ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും തുക വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 13, ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9 ട്രയാങ്കിളുകളുണ്ട്. ഇവിടെ അതേപോലെ 9 ട്രയാങ്കിളുണ്ട്. ഇവിടെ 3 ട്രയാങ്കിളുണ്ട്. ഇവിടെ 1 ട്രയാങ്കിൾ. അപ്പോൾ ആകെ ട്രയാങ്കിളുകളുടെ എണ്ണം ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? 13, 9, 9, 3, 1. ഇതെല്ലാം കൂടെ കൂട്ടുക അല്ലേ? അപ്പോൾ 13ഉം 9ഉം 9ഉം 3ഉം 1ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടും നമുക്ക്? 32 എന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എണ്ണി നോക്കുക. 1, 2, 3,
4 അല്ലെങ്കിൽ പോട്ടെ 13, 14, 15, 16 ആണെങ്കിൽ ഞാൻ ഹൈലൈറ്റർ എടുക്കാം. 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര ട്രയാങ്കിൾ കിട്ടി? 32 ട്രയാങ്കിൾ എന്ന് കിട്ടി. ഇനി എന്താണ്? ഇവിടെ ഞാൻ ഈ എണ്ണം പറഞ്ഞതിനകത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് 9 ട്രയാങ്കിൾ ഇല്ലല്ലോ. ഇവിടെ എത്ര ട്രയാങ്കിളേ ഉള്ളൂ? 1, 2, 3, 4, 5, 6 എണ്ണമേ ഉള്ളൂ കേട്ടോ. ഇവിടെ 6 ട്രയാങ്കിൾ. അപ്പോൾ എണ്ണം എടുക്കുന്ന കൂട്ടത്തിൽ 13, 9, 2, 6, 13, 9, ഇവിടെ 6 വരുന്നത് കേട്ടോ. 6. ഓക്കെ. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 32 കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് കൂട്ടിയെടുത്തൊക്കെ ചെയ്യാം. അല്ല എങ്കിലോ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയൊക്കെ കൂട്ടിയെടുത്ത് ഇതെല്ലാം കൂടെ കൃത്യമായിട്ട് എഴുതി മാർക്ക് ചെയ്ത് വെച്ച്, ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റത്തില്ല. കാരണം നമുക്ക് ഈ 1, 2 നമ്മൾ ഏതെങ്കിലും ട്രയാങ്കിൾ മിസ്സായി പോയെന്നൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എണ്ണിയെടുത്ത് നമുക്ക് കൃത്യം 32 എണ്ണമെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് കുത്തിയിരുന്ന് എണ്ണി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഈ ട്രയാങ്കിളിന് ഇവിടെ 1, 2, 3, 4. അപ്പം ഇതിത്ര എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ എണ്ണം തമ്മിൽ കൂട്ടുക. 1 + 2 + 3 + 4. എത്ര കിട്ടി? 4, 3, 7, 2, 9, 1, 10. അപ്പോൾ ഇത് മൊത്തം 10 ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും 10, ഇവിടെയും 10. അപ്പോൾ എത്രയായി? 10 × 3 എത്ര ട്രയാങ്കിളായി? 30 ട്രയാങ്കിളായി. ശരിയാണോ? 30 ട്രയാങ്കിൾ. പിന്നെ ഇതിനകത്തിൽ ഒരു കുഞ്ഞൻ ട്രയാങ്കിൾ ഉണ്ട്, അതുകൂടെ കൂട്ടുക. 31. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് പുറത്ത്. അപ്പോൾ എത്രയായി? ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ മൊത്തം എത്രയായി? 32. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് എല്ലാം കൂടെ എണ്ണി കൂട്ടിയും കുറച്ചും ഒക്കെ എടുത്ത് ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യം. The greatest number that will divide 155, 260, 315 and leave the remainder 5, 10 and 15 respectively is. So numbers ഏതൊക്കെയാണ്? 155, 260 and 315. അപ്പോൾ ഇതിൽ ഓരോന്നിനെ ഹരിക്കുമ്പോൾ ഇത്ര ശിഷ്ടം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5 ശിഷ്ടം വരണം, ഇവിടെ 10 ശിഷ്ടം വരണം, ഇവിടെ 15 ശിഷ്ടം വരണം. അപ്പോൾ 155 ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ 150 വരെ ഹരിക്കാൻ പാടുള്ളൂ. അതായത് ഇവിടെ സംഭവിക്കുന്ന ഇതാണ്, നമ്മൾ 150 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷേ നമുക്ക് ശിഷ്ടം 5 വേണമെങ്കിൽ നമ്മൾ ഇവിടെ 150 വരെ ഹരിച്ച് കളയാവൂ എന്ന് പറഞ്ഞ പോലെ ഇവിടെ അപ്പോൾ 150 വരെ. ഇവിടെ നമ്മൾ എത്ര വരെ ഹരിച്ച് കളയണം? 250 വരെ. ഇവിടെ നമ്മൾ എത്ര വരെ ഹരിച്ച് കളയണം? 300 വരെ ഹരിച്ച് കളയണം. അപ്പം ഇനി ഒരു കാര്യം ഓർക്കുക, ഈ 150നെ പൂർണ്ണമായും ഹരിച്ച് കളയണമെങ്കിൽ 150ൻ്റെ ഫാക്ടർ ആയിരിക്കണം, അതേപോലെ 250ൻ്റെയും ഫാക്ടർ ആയിരിക്കണം, അതേപോലെ ഏതിൻ്റെയും ഫാക്ടർ ആയിരിക്കണം? 300ൻ്റെയും ഫാക്ടർ ആയിരിക്കണം. എല്ലാവരുടെയും ഫാക്ടർ ആയിരിക്കുമ്പോൾ നമ്മൾ കോമൺ ഫാക്ടർ എന്ന് പറയും. അങ്ങനെയുള്ള ഏറ്റവും വലിയ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് HCF. അപ്പോൾ ഇതിൻ്റെ HCF കണ്ടുപിടിക്കാൻ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 50 എന്ന് നമുക്ക് കിട്ടും. യെസ്. അടുത്ത ചോദ്യം. The smallest 5-digit number that leaves a remainder of 6 when divided by 7. അതായത് 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 കിട്ടുന്ന 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 കിട്ടുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ, ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. The smallest 5-digit number that leaves a remainder of 6 when divided by 7. അതായത് 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 കിട്ടുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാണ്? നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാ? 1, 2, 3, 4, 5, 10,000. അതിനെ 7 കൊണ്ട് ഹരിക്കുക. ഓക്കെ, ഒരു പ്രാവശ്യം 7, ബാക്കി എത്രയായി? വീണ്ടും എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം 28. എത്ര കിട്ടി? 200. വീണ്ടും എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം 14. എത്ര കിട്ടി? 60. വീണ്ടും 7, 8 പ്രാവശ്യം 56. ശിഷ്ടം എത്ര കിട്ടി? 4. നമുക്ക് വേണ്ട ശിഷ്ടം 4 ആണോ? അല്ല, 6 ആണ്. 4 6 ആക്കാൻ എന്ത് ചെയ്യുക? 2 കൂട്ടുക. അപ്പം 6 ശിഷ്ടം കിട്ടും. ഇവിടെ 2 കൂട്ടിയാൽ ഇവിടെയും അത് കൂട്ടുക.
അപ്പോൾ എത്ര കിട്ടും? 10,002. സോ ആൻസർ എത്ര? 10,002. 10,002. 10,002 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ സി. ശരിയാണോ? തീർച്ചയായും. യെസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് എമൗണ്ട് for 2 years at 10% per annum is rupees 500. The compound interest on the same sum at the same rate for the same time is. Okay. Simple interest on a sum for 2 years at 10%. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, 2 വർഷത്തിൻ്റെ പാസ്കൽ സ്ട്രാങ്കിൾ വാല്യൂ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്ലാസ് നമ്മൾ വളരെ വിശദമായിട്ട് എടുത്തിട്ടുള്ളതാണ്. സോ 2 വർഷത്തിൻ്റെ പാസ്കൽ സ്ട്രാങ്കിൾ വാല്യൂ 1, 2, 1. അതിൽ നമുക്ക് പ്രിൻസിപ്പിൾ അറിയത്തില്ല, നമ്മൾ എന്തെങ്കിലും അവിടെ ചുമ്മാ എഴുതി വെക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാമത്തെ വാല്യൂ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 500 ഓക്കെ. അതായത് ഈ ഒന്നിനെ, ഈ പാസ്കൽ സ്ട്രാങ്കിൾ വാല്യൂവിനെ ഇവിടെ വരുന്ന ഓരോ എമൗണ്ട് കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് 500 കിട്ടും. നമ്മൾ എന്താ പഠിച്ചത് പാസ്കൽ സ്ട്രാങ്കിൾ? ഇവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതുക, അതിൻ്റെ 10% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക, അതിൻ്റെ 10% കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവസാനം ഈ 2 കൊണ്ട് ഇതിനെ ഗുണിച്ചപ്പോഴല്ലേ നമുക്ക് 500 കിട്ടിയത്. അപ്പോൾ ഇവിടെ വരുന്നത് എത്ര ആയിരിക്കും? 250. റേറ്റ് പെർസെൻറ്റേജ് 10%. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 10% കണ്ടുപിടിച്ച് നമ്മൾ ഇവിടെ എഴുതി. ഇനി ഇതിൻ്റെ 10% കണ്ടുപിടിച്ച് ഇവിടെ എഴുതും. 250ൻ്റെ 10% എത്ര? 25. അതുകൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 25. കണ്ടുപിടിക്കേണ്ട എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യുക? ആദ്യത്തെ വാല്യൂ എടുക്കത്തില്ല, ബാക്കി രണ്ടും കൂടെ കൂട്ടും. 500 25 കൂടെ കൂട്ടി എത്ര കിട്ടും? 525. ഉണ്ടോ? അപ്പോൾ ഈ പാസ്കൽ സ്ട്രാങ്കിൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഈ ചോദ്യത്തിന് സമ്മൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സമ്മും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ എനിക്ക് സമ്മ എത്രയെന്ന് പോലും അറിയത്തില്ല, പക്ഷേ എനിക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. 525 ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 2x, 3x - 8, 5x - 12 ഡിഗ്രി. ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ. അപ്പം ആംഗിൾസ് ഏതൊക്കെയാണ്? 2x, അതുപോലെ 3x - 8, അതുപോലെ 5x - 12. ഓക്കെ, നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ, ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സോ നമുക്കപ്പോൾ എന്ത് എഴുതാൻ പറ്റും? 2x + 3x - 8 + 5x - 12 = 180. ഇനി എക്സിൻ്റെ വേരിയബിൾ എല്ലാം നമ്മൾ അടുപ്പിച്ച് എഴുതുമ്പോൾ നമുക്ക് 2xും 3xും 5xും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 3 × 2 5 5 10. 10x - 8 12 എത്ര കിട്ടും? 10x - 20 = 180. സോ 10x = 200 എന്ന് കിട്ടും. കാരണം -20 അപ്പുറത്ത് പോകുമ്പോൾ +20 ആവുന്നു. സോ x = 20 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 20 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്താ? ബിഗസ്റ്റ് സൈഡ്, ദ ഗ്രേറ്റസ്റ്റ് ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ. ഗ്രേറ്റസ്റ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതായിരിക്കുമല്ലോ. സോ കാരണം 5x - 12 ആയിരിക്കുമല്ലോ അതിനകത്തിൽ വലുതെന്ന് പറയുന്നത്. അപ്പോൾ x 20 ആണെങ്കിൽ 5x - 12, 5 × 30, 5 × 20, x 20 ആണല്ലോ, 5 × 20 - 12. സോ 100 - 12, 100 - 12 പോയാൽ എത്ര കിട്ടും? 88. 88 ഡിഗ്രി, 88 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. യെസ്, 88 ഡിഗ്രി. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം. ഔട്ട് ഓഫ് ഹരീഷ് മന്ത്ലി സാലറി ഓഫ് ₹45,000, 1/3 is spent on education. അപ്പോൾ ഇയാൾ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നത് 1/3 ആണ്. സ്പെൻഡ് ഓൺ എഡ്യൂക്കേഷൻ. ആൻഡ് 2/6. ഈ 2/6 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോണോ അതിനെ 1/3 എന്ന് എടുത്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഓക്കെ, കാരണം 2നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3. സോ 2/6 ഓർ 1/3 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചിലവാക്കുന്നു? സ്പെൻഡ് ഓൺ ഫുഡ് ആൻഡ് അതർ നെസസറീസ്. സോ ഫുഡ് ആൻഡ് അതർ നെസസറീസ്, അതാണ് എത്ര? 1/3. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1/3യും 1/3യും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്തോ കിട്ടും? 1/3 + 1/3 എത്ര കിട്ടും? നമുക്ക് 2/3 എന്ന് കിട്ടും. 2/3. അപ്പോൾ 2/3 ആണ് അയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അയാളുടെ സേവിങ്സ് എത്ര ആയിരിക്കും?
സേവിങ്സ് എത്ര ആയിരിക്കും? അയാളുടെ ഇൻകം നമുക്കറിയത്തില്ല. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത്. അയാളുടെ ഇൻകം നമുക്കറിയത്തില്ല. അയാളുടെ സേവിങ്സ് നമുക്ക് ഫ്രാക്ഷനിലാണ് ഇപ്പോൾ അറിയാവുന്നത് 2/3. അയാളുടെ ഇൻകം നോർമൽ ഇൻകം അല്ലെങ്കിൽ 100% അല്ലെങ്കിൽ 1 ആണെങ്കിൽ അയാളുടെ എക്സ്പെൻഡിച്ചർ 2/3 ആണ്. 1 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? 3/3 മൈനസ് 2/3 എത്ര കിട്ടും നമുക്ക്? 1/3 ആണ് അയാൾ സേവ് ചെയ്യുക. അപ്പോൾ അയാൾ സേവ് ചെയ്യുന്ന എമൗണ്ട് 1/3 ആയിരിക്കും. അയാളുടെ ഇൻകം എത്ര? 45,000. അപ്പോൾ അയാളുടെ സേവിങ്സ് എത്ര ആയിരിക്കും? ഇൻകമായ 45,000ൻ്റെ 1/3 ആയിരിക്കും അയാൾ സേവ് ചെയ്യുക. അതായത് 45,000 ഡിവൈഡഡ് ബൈ 3 15,000 15,000 15,000 അയാൾ സേവ് ചെയ്യുന്നു. ഓപ്ഷൻ സി 15,000. യെസ്. അടുത്ത ചോദ്യം, സെലക്ട് ദ നമ്പർ ഫ്രം, അതായത് ഈ ഒരു സെലക്ട് ദ നമ്പർ ഫ്രം എമംഗ് ദ ഗിവൺ ഓപ്ഷൻസ് that can replace the question mark in the following table. അതായത് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 5^1 പ്ലസ് 6^2 പ്ലസ് 7^3. 5^1 എന്ന് പറഞ്ഞാൽ 5, 6^2 എന്ന് പറഞ്ഞാൽ 36, പ്ലസ് 7^3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7^3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 343. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 384 എന്ന് കിട്ടും. സോ ഇതാണ് ഫസ്റ്റിൻ്റെ പാറ്റേൺ. സെക്കൻഡിൻ്റെ പാറ്റേൺ ഇതേപോലെ തന്നെ 4^1 പ്ലസ് 5^2 പ്ലസ് 6^3. അപ്പോൾ 4 പ്ലസ് 25 പ്ലസ് 216 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 245. അത് കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് അടുത്ത എങ്ങനെയായിരിക്കും വരിക? ഇത് എങ്ങനെ ആയിരിക്കും? 3^1 പ്ലസ് 4^2 പ്ലസ് 5^3. 3^1 3, 4^2 16, 5^3 125. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 125ഉം 19 അല്ലേ? 125 പ്ലസ് 19 ഇസ് ഈക്വൽ ടു 144. സോ ആൻസർ എത്രയാണ്? 144, ഓപ്ഷൻ സി. അപ്പോൾ ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ കിട്ടുന്നു ഇത്? ഈ പാറ്റേൺ എങ്ങനെ വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 12% ഓഫ് 2,400 സോ ദാറ്റ് ദ സം വിൽ ബി ഈക്വൽ ടു 18% ഓഫ് 5,400. അതായത് 12% ഓഫ് 2,400 പ്ലസ് എന്താണ്? ഏതോ ഒരു നമ്പർ, അതായത് വാട്ട് ഈസ് ടു ബി ആഡഡ്, ഈ 12% ഓഫ് 2,400ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ, ആ കൂട്ടുന്ന സാധനത്തെ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു, എക്സോ ക്വസ്റ്റ്യൻ മാർക്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഈസ് ഈക്വൽ ടു 18% ഓഫ് 5,400. 18% ഓഫ് 5,400. 18% ഓഫ് 5,400. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പെർസെൻറ്റേജും 2 0 വെട്ടിക്കളയുക. 12 × 24 എത്ര കിട്ടും? 288 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജും 2 0 വെട്ടിക്കളയുക. 18 × 54 972. സോ എക്സ് ഇസ് ഈക്വൽ ടു 972 മൈനസ് 288 എത്ര കിട്ടും നമുക്ക്? 684 എന്ന് ആൻസർ കിട്ടും. 684. ഓക്കെ, അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 23. The cost price of an article is 75% of the marked price. അപ്പോൾ നമുക്ക് കോസ്റ്റ് പ്രൈസും ഉണ്ട് മാർക്ക്ഡ് പ്രൈസും ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ 75% ഓഫ് മാർക്ക്ഡ് പ്രൈസ്. അപ്പോൾ മാർക്ക്ഡ് പ്രൈസ് 100 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര ആയിരിക്കും? 75. കാരണം കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ 75% ഓഫ് മാർക്ക്ഡ് പ്രൈസ്. മാർക്ക്ഡ് പ്രൈസിനെ 100 എടുത്താൽ കോസ്റ്റ് പ്രൈസ് 75 ആണ്. ഇനി സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? ഇഫ് എ ഡിസ്കൗണ്ട് ഓഫ് 15% ഇസ് ഗിവൺ, 15% ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? ഡിസ്കൗണ്ട് കൊടുക്കുന്ന എപ്പോഴും എന്തിനായിരിക്കും? ഡിസ്കൗണ്ട് എപ്പോഴും കൊടുക്കുന്നത് മാർക്ക്ഡ് പ്രൈസിനായിരിക്കും. ഡിസ്കൗണ്ട് കൊടുക്കുന്ന എപ്പോഴും എന്തിനായിരിക്കും? മാർക്ക്ഡ് പ്രൈസിനായിരിക്കും. അപ്പോൾ മാർക്ക്ഡ് പ്രൈസായ 100ൻ്റെ എത്ര ശതമാനം ഡിസ്കൗണ്ട്? 15% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? അതായത് 100 രൂപ വിലയുള്ള സാധനം 15 രൂപ കുറച്ചിട്ട് നിങ്ങൾക്ക് തരും. എത്രന്ന് തരും? 85 തരും. അതായത് 100ൻ്റെ 85%.
എത്ര 85. ഇനി ഈ കച്ചവടത്തിൽ ഇയാൾക്ക് ലാഭമാണോ? അതെ, 75 രൂപ വിലയുള്ള സാധനം അയാൾ എത്ര രൂപയ്ക്ക് വിറ്റു? 85 രൂപയ്ക്ക് വിറ്റു. സോ പ്രോഫിറ്റ് എത്ര? 75 രൂപ വിലയുള്ള സാധനം 85 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര? 85 മൈനസ് 75 10. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര? 10. കോസ്റ്റ് പ്രൈസ് എത്ര? 75 ഇൻറ്റു 100 അല്ലേ? ഇവിടെ നമുക്ക് വെട്ടിക്കളയാം. 25 3 പ്രാവശ്യം, 25 4 പ്രാവശ്യം, 40 ഡിവൈഡഡ് ബൈ 3. 40നെ 3 കൊണ്ട് ഹരിച്ചാൽ 13.33% എന്ന് കിട്ടും. സോ ആൻസർ 13.33% ലോസ് അല്ല, പ്രോഫിറ്റ്. 13%, 33% പ്രോഫിറ്റ്. 13.33% ലാഭം. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24. X and Y together can complete a piece of work in 12 days. Y and Z can do it in 18 days and X and Z can complete the same work in 15 days. ഓക്കെ, നമുക്ക് നോക്കാം. സോ എക്സിനും വൈക്കും കൂടി 12 ദിവസം വേണം. പിന്നെ വൈക്കും ഇസഡിനും കൂടി 18 ദിവസം വേണം. എക്സിനും ഇസഡിനും കൂടി 15 ദിവസം വേണം. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കും. ഇതിൻ്റെ LCM ഏതിൻ്റെ? 12ൻ്റെയും 18ൻ്റെയും 15ൻ്റെയും LCM. 12, 15, 18. ഇതിൻ്റെ LCM എടുക്കുന്നു. എത്ര കിട്ടും നമുക്ക്? 180 എന്ന് കിട്ടും, 180 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇവരുടെ ടൈമാണ്. ഇനി ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പം വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. 180/12 എത്ര കിട്ടും? 180/12 15. 180/18 എത്ര കിട്ടും? 10. 180/15 12. ഓക്കെ, ഇനി നമ്മളിവിടെ ടോട്ടൽ എഫിഷ്യൻസി എടുക്കുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും എഫിഷ്യൻസിയായ 15 പ്ലസ് വൈയുടെയും ഇസഡിൻ്റെയും എഫിഷ്യൻസിയായ 10, എക്സിൻ്റെയും ഇസഡിൻ്റെയും എഫിഷ്യൻസിയായ 12. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 15 10 25 10 35 37. അതായത് മക്കളെ എക്സ് 2 പ്രാവശ്യമുണ്ട്, വൈ 2 പ്രാവശ്യമുണ്ട്, ഇസഡിന് 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 37. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കത്തില്ലേ? 37/2 എത്ര കിട്ടും? 18.5. കണ്ടുപിടിക്കേണ്ടത് എന്താ? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ആരുടെ ടൈം? എല്ലാവരുടെയും കൂടെ ടൈം. അതായത് ടൈം പ്ലസ് ടൈം ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ടൈം ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. വർക്ക് എത്ര? 180 ഡിവൈഡഡ് ബൈ 18.5 ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 10 എന്ന് കിട്ടും. സോ ആൻസർ എത്ര? 10. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ. ഷോർട്ട് കട്ട് പക്ഷേ ഇതാണ് എളുപ്പം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതാണ് എളുപ്പം. ഷോർട്ട് കട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ബുദ്ധിമുട്ട് എന്താണെന്ന്. 2xyz, അതായത് ഷോർട്ട് കട്ട് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയണം. അതെങ്ങനെയാണെന്ന് അതിന്. അതായത് ഇവിടെ ഇപ്പോൾ എക്സും വൈയും കൂടെ എ ദിവസം കൊണ്ട് ചെയ്യുന്നു, വൈയും ഇസഡും കൂടെ ബി ദിവസം കൊണ്ട് ചെയ്യുന്നു, എക്സും ഇസഡും കൂടെ സി ദിവസം കൊണ്ട് ചെയ്താലാണ് ഈ ഷോർട്ട് കട്ട്. അതായത് അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇസഡും കൂടെ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. 2abc ഡിവൈഡഡ് ബൈ ab പ്ലസ് bc പ്ലസ് ac. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്തെ കുഴപ്പം എന്താ? എ ബി കൊണ്ട് ഗുണിക്കണം, ബി എ സി കൊണ്ട് ഗുണിക്കണം, എ സി കൊണ്ട് ഗുണിക്കണം, അതെല്ലാം കൂടെ കൂട്ടണം. സോ കുറേ കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക് അത്രയും കാൽക്കുലേഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോഴും ഈ ഷോർട്ട് കട്ടിൻ്റെ പുറകെ പോയി നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് കട്ടിനേക്കാളും ഒക്കെ എളുപ്പം ഈ പറഞ്ഞ ഡയറക്റ്റ് മെത്തേഡിൽ അങ്ങ് ചെയ്യുന്നതായിരിക്കും എളുപ്പം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ട്രെയിൻ ലീവ്സ് സ്റ്റേഷൻ എ ടുവേർഡ്സ് സ്റ്റേഷൻ ബി അറ്റ് ദ സ്പീഡ് ഓഫ് 50 km/h. After half an hour, another train leaves from station B towards station A at 150 km/h. The distance between the stations is 725 km. The distance of the point from station A where the two trains are to meet is ആണ് ചോദ്യം. അതായത് ഇവിടെ സ്റ്റേഷൻ
എയിൽ നിന്ന് സ്റ്റേഷൻ ബിയിലേക്ക്, സ്റ്റേഷൻ എയിൽ നിന്ന് ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ വേഗത 50 km/h ആണ്. ഓക്കെ, ബിയിൽ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. അതിൻ്റെ വേഗത 150 km/h ആണ്. ഇനിയും ഈ എയ്ക്കും ബിക്കും ഇടയിലുള്ള ദൂരം 725 km ആണ്. 725 km ആണ്. ചോദ്യം, the distance between the stations is the distance of the point from station A where the two trains meet. അതായത് എയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് ഈ രണ്ട് ട്രെയിനുകളും മീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ അരമണിക്കൂർ എ മാത്രമാണ് ഓടുന്നത്. കാരണം ആഫ്റ്റർ ഹാഫ് ആൻ അവർ ആണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്ര? എ മാത്രം സഞ്ചരിച്ച ഡിസ്റ്റൻസ് ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് എത്ര ആയിരിക്കും? അത് 50 × അര. കാരണം ഒരു അരമണിക്കൂറല്ലേ എടുത്തുള്ളൂ. അപ്പോൾ എത്ര കിലോമീറ്റർ? 25 കിലോമീറ്റർ. അപ്പോൾ ഇത്രയും ദൂരം ഓടിയെത്തി, 25 കിലോമീറ്റർ. ഇനി ബാലൻസ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 700 കിലോമീറ്റർ ഉണ്ട്. ഈ 700 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് ഇനിയുള്ള സ്പീഡെന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. കാരണം എന്താ? അറ്റ് എ ടൈം രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കും. എന്തിൻ്റെ ബേസിൽ? ഡയറക്ഷൻ്റെ ബേസിൽ. ഡയറക്ഷൻ ഏതാ ഇവിടെ? സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ സ്പീഡ് തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 50 + 150 എത്ര കിട്ടും? 200 km/h ആണ് റിലേറ്റീവ് സ്പീഡ് അല്ലേ? അപ്പോൾ നമ്മൾ ടൈം കണ്ടുപിടിക്കും. മീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതായത് ഈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 700. സ്പീഡ് എത്ര? 200. എത്ര മണിക്കൂർ? 3.5 മണിക്കൂർ എന്ന് കിട്ടും. അപ്പം 3.5 മണിക്കൂർ കൊണ്ട് ഇവർ മീറ്റ് ചെയ്യും. 3.5 അവർ കൊണ്ട് മീറ്റ് ചെയ്യും. സോ 3.5 അവർ കൊണ്ട് ഇവർ മീറ്റ് ചെയ്യും. എപ്പോൾ മുതലായി 3.5? ആദ്യം, അതായത് നമ്മൾ റിലേറ്റീവ് സ്പീഡ് വർക്ക് ചെയ്യുന്ന എപ്പോൾ മുതലാണ്? അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതലാണ് അല്ലേ? അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുതലാണ് റിലേറ്റീവ് സ്പീഡ് വർക്ക് ചെയ്യുന്നത്. ആ റിലേറ്റീവ് സ്പീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് 3.5 മണിക്കൂറോടെ കഴിയുമ്പോൾ മീറ്റ് ചെയ്യും. അപ്പം എ എത്ര മണിക്കൂർ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക? എ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ 3.5 മണിക്കൂറോടെ. കാരണം മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, എപ്പോഴാണോ റിലേറ്റീവ് സ്പീഡ് വർക്ക് ചെയ്യുന്നത് അപ്പം മുതൽ 3.5 മണിക്കൂർ. റിലേറ്റീവ് സ്പീഡ് തുടക്കം മുതലേ ഉണ്ടോ? ഇല്ല. ആദ്യത്തെ അരമണിക്കൂർ റിലേറ്റീവ് സ്പീഡ് ഇല്ല. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ 3.5 മണിക്കൂർ. പക്ഷേ എ എന്ന് പറയുന്ന ബസ്സിൽ, എ എന്ന് പറയുന്ന ട്രെയിനിലെ ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ ഓടിച്ചോണ്ടേ ഇരിക്കുക. എത്ര മണിക്കൂറായിട്ട്? 4 മണിക്കൂറായിട്ട്. കാരണം ആദ്യം അരമണിക്കൂർ അയാൾ തന്നെ ഓടി, പിന്നെ അപ്പുറത്തുനിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രെയിൻ ഓടി വരുന്നു. അപ്പോൾ അതുമായിട്ടുള്ള റിലേറ്റീവ് സ്പീഡ് വെച്ച് 3.5 മണിക്കൂർ ഓടി രണ്ടുപേരും കൂടെ. അപ്പം എയിലെ ലോക്കോ പൈലറ്റ് എത്ര മണിക്കൂർ ഓടി? 4 മണിക്കൂർ ഓടി. അപ്പോൾ എയിൽ നിന്ന് 4 മണിക്കൂറുള്ള ഓട്ടം. അപ്പോൾ എന്തുമാത്രം ദൂരം? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര? എയിൽ നിന്നുള്ള ട്രെയിനിൻ്റെ സ്പീഡ് എത്ര? 50. ടൈം എത്ര? 4 മണിക്കൂർ. അപ്പോൾ എത്ര കിട്ടി? 200 കിലോമീറ്റർ. 200 കിലോമീറ്റർ ദൂരം. അപ്പോൾ ആ 200 കിലോമീറ്റർ, എയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയായിരിക്കും ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുക. അപ്പോൾ ചോദിക്കട്ടെ, ബിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാ? 3.5 മണിക്കൂർ. കാരണം ബി ഓടുമ്പോൾ മലേ റിലേറ്റീവ് സ്പീഡ് ഉണ്ട്. അപ്പോൾ 3.5 മണിക്കൂർ. അപ്പോൾ 150 × 3.5 ആയിരിക്കും. അത്രയും കിലോമീറ്റർ അകലെ ബിയിൽ നിന്ന് ഇത് മീറ്റ് ചെയ്യും. എയിൽ നിന്ന് എത്രയെന്ന് ചോദിച്ചാൽ എയിൽ നിന്നുള്ള ലോക്കോ പൈലറ്റ് 4 മണിക്കൂർ ട്രെയിൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം 50 സ്പീഡ്. 4 കൊണ്ട് ഗുണിക്കുക, 200 കിലോമീറ്റർ. ഓപ്ഷൻ സി. നല്ലൊരു ചോദ്യമാണ്. ഒരല്പം ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. സോ ആൻസർ എത്ര കിട്ടും? നമുക്ക് 200 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ NTPC സീരീസിൽ ചെയ്തിട്ടുള്ള ഏറ്റവും നീളം കൂടിയ വീഡിയോ ആയിരിക്കും ഇത്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം 25ഓളം ചോദ്യങ്ങൾ കഴിഞ്ഞ് നമ്മളുടെ ആശ്വാസ സ്ലൈഡായിട്ടുള്ള നമ്മുടെ സ്മൈലിംഗ് ഫേസിലേക്ക് എത്തി. അപ്പോൾ ഈ 25 ചോദ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഈ അനോട്ടേഷനെല്ലാം ഉൾപ്പെടെയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന PDF നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ ചോദ്യങ്ങൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാനായിട്ട് ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട്
ഈ ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യുകയും ചെയ്യുക. ഇനി RRB NTPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. 3000 രൂപയാണ് അതിൻ്റെ ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത്. 2 വർഷത്തെ വാലിഡിറ്റി, നിങ്ങൾ എന്ന് ജോയിൻ ചെയ്യുന്നു അന്ന് മുതൽ 2 വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയാണ് ആ കോഴ്സ്. 2 വർഷം കൊടുത്തേക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മറ്റ് പരീക്ഷകൾക്ക്, റെയിൽവേയുടെ തന്നെ മറ്റ് പരീക്ഷകൾക്ക്, 2 വർഷ കാലയളവിൽ നടക്കുന്ന മറ്റ് പരീക്ഷകൾക്കും ഒക്കെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ SSC പരീക്ഷകൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ SSC GDക്ക് വേണ്ടി വേറെ പ്രത്യേക ഒരു കോഴ്സ് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ താല്പര്യമുണ്ടെങ്കിൽ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ RRB SSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓഫ്ലൈൻ ക്ലാസ് നമുക്ക് ഒരേ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വെച്ച് തന്നെയാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ അമ്പലപ്പുഴയാണ് ലൊക്കേഷൻ വരുന്നത്. സോ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇതുപോലെ എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്കും ഒക്കെ എത്തിക്കുക. അപ്പോൾ മക്കളെ, നമുക്കിനിയും അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.